ഹലോ, നമ്മളിത് ഒരു അടിപൊളി കോഴിപ്പാട്സ് കറിയാട്ടോ കഴിച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഇതേ നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ച് ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആട്ടോ ഗൈസ്. അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നടുകയാണ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും. ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാട്ടോ ഗൈസ്. ഈ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാട്ടോ ഗൈസ്. എന്നാ പിന്നെ അത് മാത്രം ആക്കണ്ട, നമുക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നൊരു ഇളക്കലുണ്ട് സാറേ. ഇതിലേക്ക് നമ്മളൊരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാട്ടോ. അങ്ങനെ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മള് പാർട്സ് കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ഗൈസ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാട്ടോ ഗൈസ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 9 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇത് ബ്രോയിലർ അല്ല ഗൈസ്, ലഗോൺ ആണ്. അതുകൊണ്ട് 9 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ, അങ്ങനെ നമ്മുടെ കോഴിപ്പാട്സ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഹലോ, അങ്ങനെ കോഴിപ്പാട്സ് കറിയിലേക്ക് നമ്മൾ കണ്ണച്ചോത്തിരി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളെ കണ്ണ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പലരും ഇങ്ങനെയൊക്കെയാണ് കണ്ണ് വെക്കാറ്. അങ്ങനെ നമ്മൾ അതിന്റെ മുകളിൽ ഓയിൽ വെച്ച് കൊടുത്തു. ഇനി അത് ചുറ്റും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി എന്തൊക്കെ 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കുക. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ തന്നെ കണ്ടോളൂ. കണ്ടോ, ഇതാണ് നമ്മുടെ കണ്ണ് വെച്ച പത്തിരി. നമ്മളിപ്പോ നേരത്തെ കണ്ണ് വെച്ചില്ലേ, അതുപോലെ എല്ലാ പത്തിരിയും അതുപോലെ കണ്ണ് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും കണ്ണച്ചത്തിരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി എടുക്കണം. അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പരത്തി എടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ചതുരത്തിൽ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് കല്ലൊക്കെ വെച്ചു, ഓയിലൊക്കെ പരട്ടി നമ്മളിതാ പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ കണ്ണച്ച പത്തിരി. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കണ്ണച്ചത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചായക്ക് കുടിക്കാൻ പോവാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.